ഈ ക്യാമ്പസിൽ വരാൻ കാരണം എൻ്റെ ടീച്ചർ തന്നെയാണ്. സ്വാമിജിയുടെ കൂടെ നമ്മൾ കളിച്ചു, പിന്നെ അവരുടെ വൈബൊക്കെ അടിച്ചു. ടീം വർക്കാണ് മെയിനായിട്ട് അവിടെ ഫോക്കസ് ആയത്. പിന്നെ ഇൻ്റലക്ച്വലായിട്ട് കുറച്ച് നേരം അങ്ങനെ ഒന്നും ചെയ്തില്ല. ഗുരുജിയാണെങ്കിൽ കുറച്ച് നമുക്ക് ഇൻ്റലക്ച്വലായിട്ട് കുറേ കാര്യങ്ങളും പറഞ്ഞു, പിന്നെ സ്പിരിച്വലായിട്ടും കുറേ കാര്യം പറഞ്ഞു. നമ്മൾ നേരെ പൂവാർ ബീച്ചിലും ബോട്ടിങ്ങിലും പോയി. എൻ്റെ ഫസ്റ്റ് ക്യാമ്പ് ഞാൻ കുറേ എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടി. ഹരിയോ, എൻ്റെ പേര് ശ്രേയസാണ്. ഞാൻ ചിന്മയ ആറ്റുവയിലാണ് പഠിക്കുന്നത്. ഈ ക്യാമ്പസിൽ വരാൻ കാരണം എൻ്റെ ടീച്ചർ തന്നെയാണ്. പിന്നെ ടീച്ചറിനെ പറഞ്ഞ നിങ്ങൾ ഈ ഇതുപോലത്തെ ക്യാമ്പസിൽ പോകും, നിനക്കപ്പം കുറച്ച് മെൻ്റലായിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റും, കൂടെ ഫിസിക്കലായിട്ട് നിനക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ട് ചെയ്യാം. ഈ ക്യാമ്പസിൽ ആദ്യമായിട്ട് വരാൻ വന്നപ്പം കുറച്ച് നെർവസ് ആണ്. കുറച്ച് ഫ്രണ്ട്സൊക്കെ കുറച്ച് കുറവായിരുന്നു, അപ്പം കൂടെ ആരുമില്ലായിരുന്നു. വന്നപ്പോഴാണെങ്കിൽ കുറച്ച് പേരൊക്കെ ഫ്രണ്ട്സായിട്ട് കിട്ടി. പിന്നെ ക്യാമ്പസിൽ ആദ്യ ദിവസമാണെങ്കിൽ കുറച്ച് സെക്ഷനുണ്ടായിരുന്നു. പിന്നെ അമൃതവാഹിനീൻ്റെ ഉള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് കുറച്ച് നമുക്ക് സെക്ഷനൊക്കെ എടുത്ത്, പിന്നെ കുറച്ച് പേരാണെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ഇൻ്റലക്ച്വലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മീൻസ് നമ്മൾ ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വന്നാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, മീൻസ് ഈ പ്രോബ്ലംസ് വെനെവർ വി ഗ്രോ അപ്പ് ലൈക്ക് ഗെറ്റിംഗ് എ ജോബ്, ഇറ്റ് ഈസ് ടു ഹാർഡ് ടു മാനേജ് അവർ സെൽഫ്. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കളിക്കാനും പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വാമിജിയുടെ കൂടെ നമ്മൾ കളിച്ചു, പിന്നെ അവരുടെ വൈബൊക്കെ അടിച്ചു, അങ്ങനെ പോയി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ഗെയിം എന്ന് വെച്ചാൽ എല്ലാവരും ടേപ്പ് ഒരു സെലോ ടേപ്പ് പിന്നെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. അത് കെട്ടിയിട്ട് ആ ബോട്ടിൽ എങ്ങനെയെങ്കിലും വെളിയിറങ്ങണം, അതാണ് ഗെയിം. അതിൽ നമ്മൾ എല്ലാവരും ബുദ്ധി കൊടുക്കണം. പിന്നെ ലീഡർഷിപ്പ് എന്ന സാധനം ഉണ്ടായിരുന്നു, അത് എല്ലാവരും അങ്ങനെ ചെയ്തില്ല പെട്ടെന്ന്. ഞാൻ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ചെയ്തു. ടീം വർക്കാണ് മെയിനായിട്ട് അവിടെ ഫോക്കസ് ആയത്. അപ്പം ഗുരുജിയാണെങ്കിൽ കുറച്ച് നമുക്ക് ഇൻ്റലക്ച്വലായിട്ട് കുറേ കാര്യങ്ങളും പറഞ്ഞു, പിന്നെ സ്പിരിച്വലായിട്ടും കുറേ കാര്യം പറഞ്ഞു. പിന്നെ അത് ലൈഫിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവാം കുറച്ച് ചില സമയങ്ങളിൽ മാത്രം. കുറേ പേര് എൻജോയ് ചെയ്തു, അവരുടെ കൂട്ടുകാരോട് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്. അപ്പുറത്തെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസായിട്ട് കുറച്ച് കമ്പനിയൊക്കെ ആയി. പിന്നെ സെക്കൻഡ് ഡേയിൽ വേറൊരു കാര്യം ഉണ്ടായി. ആറ്റുകാരി നമ്മൾ പോയി ഈ അമൃതവാഹിനിയായിട്ട് അവിടെ കുറേ ഡാൻസ് കളിച്ചു. പിന്നെ ചെണ്ടൊക്കെ കൂട്ടി കുറേ മാമന്മാരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിനെ അവിടെ കണ്ടു. എൻ്റെ സ്കൂളാണത്. സെക്കൻഡ് ഡേ ലാസ്റ്റ് ആയപ്പം നമ്മൾ ക്യാമ്പ് ഫയർ വയ്ക്കാൻ തീരുമാനിച്ചാൽ എന്നാലും സമ്മതിച്ചില്ല കുറച്ച് പേര്. അതൊരു സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തേർഡ് ഡേ ആയപ്പം അമൃതവാഹിനി തമിഴ്നാട്ടിലോട്ട് പോയി. പിന്നെ കുറേ പേര് അമൃതവാഹിനി കുറേ ആൾക്കാരുണ്ട്. മീൻസ് ഇപ്പോൾ സ്മൂത്ത് ചാട്ടം ഉണ്ടായിരുന്നു. ആ ചാട്ടിനൊക്കെ നല്ല കുറേ ലെക്ചറൊക്കെ വന്നു. പിന്നെ ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ നമ്മളോട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൂവാർ ബീച്ചിലും പൂവാർ നമ്മൾ ബോട്ടിങ്ങിലും പോയി. അതിൻ്റെ ബീച്ചിൽ പോയപ്പോൾ കാലൊക്കെ പൊള്ളി, പിന്നെ കാലൊക്കെ നനച്ചിട്ടൊക്കെ വന്ന് തിരിച്ചു വന്നപ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടി. നല്ല ഫുഡാണ് ഇന്ന് കിട്ടിയത്, മീൻസ് ബിരിയാണി, അതാണ് കിട്ടിയത്. അതിനിട്ട് ശിവരാജ് സാറാണെങ്കിൽ ഇവിടെ എല്ലാവരും വിളിച്ചിട്ട് കറക്കി പ്രേയറും പഠിപ്പിച്ച്, പ്ലജും പഠിപ്പിച്ച്, പിന്നെ ഒരു ഫെയർവെല്ലും നന്നായിട്ട് പോയി. എൻ്റെ ഫസ്റ്റ് ക്യാമ്പ് ഞാൻ കുറേ എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടി. അതിൻ്റെ സന്തോഷം. മീൻസ് ഞാൻ ഒറ്റയ്ക്കാവുന്ന ഞാൻ പേടിയായിരുന്നു ആദ്യത്തെ കാര്യം. പിന്നെ അവിടെ വന്നിട്ട് കുറേ ചാലഞ്ചൊക്കെ ഫേസ് ചെയ്തു. ക്യാമ്പസ് നല്ല മീൻസ് വൈബ് അടിക്കാൻ നല്ലൊരു സ്ഥലമാണ്. താങ്ക് യു.